കേരളത്തെ ഈ സമീപകാലത്ത് നടുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു കളമശ്ശേരി സ്ഫോടന കേസ്. യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവം നടന്ന് 6 മാസം തികയും മുൻപേ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. തമ്മന സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ പ്രതി. കൂട്ടക്കൊല നടത്താൻ ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. സ്ഫോടനത്തിലേക്ക് നയിച്ചത് യഹോവ സാക്ഷി പ്രസ്ഥാനത്തോടുള്ള എതിർപ്പായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 29-ന് സാമറ കൺവെൻഷൻ സെന്ററിലെ പ്രാർത്ഥനാ യോഗത്തിനിടെയായിരുന്നു കൂട്ടക്കൊല. കേരളത്തെ ആകെ ഞെട്ടിച്ച കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് ഇനി വിചാരണയുടെ നാൾവഴികളിലേക്ക് കടക്കുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരേ ഒരു പ്രതി മാത്രമേയുള്ളൂ. കേസിൽ അറസ്റ്റിലായ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ ഏക പ്രതി. പലരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കേസിൽ നിരവധിയായ ഗൂഢാലോചനകളും മറ്റും നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ തുടക്കം മുതൽ നിന്നിരുന്നു. ഒക്ടോബറിൽ കളമശ്ശേരി സാമറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഇത് സംബന്ധിച്ച നിരവധിയായ അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. ആരാണ് പ്രതിയെന്നും അല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രതികളെന്നും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഡൊമിനിക് മാർട്ടിൻ വെളിപ്പെടുത്തലുമായി കടന്നുവരുന്നത്. താൻ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് അന്നേ തന്നെ അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലും അത് തന്നെയാണ് വെളിപ്പെടുന്നത്. ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. IED സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ബോംബ് ഇയാൾ നിർമ്മിച്ചത് യൂട്യൂബ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. തന്റെ സ്വന്തം കെട്ടിടത്തിൽ മുകളിലാണ് ഇയാൾ ബോംബ് നിർമ്മിക്കാനായി തെരഞ്ഞെടുത്തത്. അതെല്ലാം നേരത്തെ തന്നെ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. ഇതിന് ആനുപാതികമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരിക്കുന്നത് ഇയാൾ നേരത്തെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അത്തരം ചില സംശയങ്ങളും സന്ദേഹങ്ങളുമെല്ലാം ഈ കേസിൽ തുടക്കത്തിൽ വളരെ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ അതെല്ലാം പോലീസ് അന്വേഷിച്ചിരിക്കുന്നു. അയാളുടെ സൗഹൃദങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ട് അത്തരം കാര്യങ്ങളെയൊന്നും ഈ ഒരു കൃത്യത്തിലേക്ക് കൂട്ടിയിണക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്ഫോടനത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാളുടെ മരണമായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചു. പിന്നീട് ഇങ്ങോട്ട് പൊള്ളലേറ്റ് ചികിത്സയിൽ വിവിധ ആശുപത്രികളിലായി കഴിയുന്ന 7 പേരാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ മരണപ്പെട്ടത്. ആകെ മരണം 8 പേരാണ്. ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയ ആൾക്ക് എന്തായിരുന്നു അതിനുള്ള ഒരു പക എന്നത് സംബന്ധിച്ചായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് പോലീസ് കുറ്റപത്രത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട്. യഹോവ സാക്ഷികളുടെ ആ ഒരു പ്രസ്ഥാനത്തോട് അയാൾക്കുണ്ടായിരുന്ന പകയും അയാളുടെ വിദ്വേഷവും എല്ലാമാണ് ഇത്തരമൊരു കൊടും ക്രൂരകൃത്യത്തിലേക്ക് ഡൊമിനിക് മാർട്ടിനെ നയിച്ചത്. തന്റെ ഉറ്റ ബന്ധുക്കളടക്കം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ട് പോലും ഈ ഒരു കൃത്യത്തിൽ നിന്ന് അയാൾ പിന്മാറിയിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും ഈ കൊടും ക്രൂരകൃത്യം ചെയ്തതിന് ആരും തന്നെയും അയാൾക്ക് മാപ്പ് നൽകില്ല.